ഹായ് ഹലോ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അമ്മയുടെ വീട്ടിൽ പോയത്. അപ്പോൾ അമ്മയൊക്കെ താമസിക്കുന്ന വീട് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇവരിവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ, ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ, രാവിലെ തന്നെ പിള്ളേർ ബ്യൂട്ടീഷ്യൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പാറുമാണ് കേട്ടോ ബ്യൂട്ടീഷ്യൻ. അവന് പണി കിട്ടിയപ്പോൾ അവൻ കളഞ്ഞിട്ട് പോയി. പിന്നെ അടുത്ത് തന്നെ അവർ ടി വി കാണാൻ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, കിടന്നും ഇരുന്നും തലകുത്തി മറിഞ്ഞൊക്കെയാണ് കാണുന്നത്. പാറുവിൻ്റെ ഇഷ്ട കാർട്ടൂണ് ബാലവീറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ അവൾ അടി നടത്തും കേട്ടോ. അവളുള്ളപ്പോൾ അവൾ പറയുന്നതേ കേൾക്കത്തുള്ളൂ. കാരണം അവന് പേടിയാണ്. അവൾ അവൻ്റെ ഇളയതാണെങ്കിലും അവന് കുറച്ച് പേടിയാണ് കേട്ടോ. ആൾ കുറച്ച് കില്ലാടിയാണ്. ജാനൂട്ടിയും പാറുവും പിന്നെ നല്ല ഫ്രണ്ട്സാണേ. പിന്നെ ഇതാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അമ്മയുടെ കുറച്ച് കൃഷിയാണ് കേട്ടോ. നല്ല പഴുത്ത ഉടങ്കല്ലി മുളകും പച്ചമുളകും പിന്നെ കുറച്ച് ചീരയൊക്കെ നിൽപ്പുണ്ട്. അമ്മ നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് കോഴി കൊത്താണ്ടിരിക്കാനാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ കപ്പ, അതായത് നമുക്കിവിടെ മരിച്ചിനിയാണ് കേട്ടോ. മരിച്ചിനിയും നല്ല ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറെല്ലാം കൂടെ ഉച്ചയ്ക്ക് കുശാലാണ്. പിന്നെ അത് അനിയത്തിയുടെ വക മാമ്പഴ പുളിശ്ശേരി. അവൾ കുക്ക് ചെയ്യണ സമയത്ത് ആരും അടുത്തോട്ട് പോകാതിരിക്കുന്നതാണ് അവിടെ അവരുടെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ. അതിനെന്തെങ്കിലും കോട്ടം തട്ടിക്കഴിഞ്ഞാൽ അവരുടെ തലയിലാവും കേട്ടോ. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും. പിന്നെ നമ്മൾ ആ വഴിക്ക് പോകാറില്ല. പിന്നെ രാവിലെ തന്നെ പാറു താണ്ട ഐസ്ക്രീം കൊണ്ട് പല്ല് തേക്കണുണ്ട്. അനിയൻ ഒരു ബോക്സ് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഉള്ള സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ. അവന്മാരെന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. കണ്ട പാടെ അവൾക്ക് ഉടനെ അത് വേണം. പിന്നെ അവൾക്കിത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ ഇരിക്കുന്ന ഐസ് ക്യൂബ്സൊക്കെ എടുത്ത് കഴിക്കുന്നതൊക്കെ അവൾക്കിതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളാണ്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മളും ബാക്കി ഉണ്ടായിരുന്ന ഐസ്ക്രീമൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടാ. തലേന്ന് ബാക്കി വന്ന കുറച്ച് കേക്കും കുറച്ച് മാമ്പഴ അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതും കുനുകുനാന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് മാംഗോ ഫ്ലേവർ ഐസ്ക്രീമിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണമായിരുന്നു കേട്ടോ. പാറോ ഡാൻസ് ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സമയമായപ്പോഴത്തേക്ക് ആൾ കാല് വാരി ആൾ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കുടിച്ച് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഫൈനലി എനിക്ക് ആണ് ഇത് എടുക്കുന്നത്. കുറച്ചും കൂടെ മതിയല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വളരെ കുറച്ച്. മാംഗോ ഫ്ലേവർ എനിക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ബട്ടർ സ്കോച്ചും വാനിലയാണ് കേട്ടോ. പിന്നെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു. അതുകൊണ്ട് ഞാനത് വെറുതെ വിട്ടില്ല, വളരെ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ ശേഷമുള്ള പരിപാടികൾ ഇതൊക്കെയായിരുന്നേ. പിന്നെ അതാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല പച്ച മാങ്ങ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ വീടിന് ചുറ്റും ഒരുപാട് മാവുണ്ട്, അതിലിങ്ങനെ മാങ്ങയൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ഒരു മുല്ലവള്ളിയുണ്ട് കേട്ടോ. അതിൽ നിറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ജാനൂട്ടി അന്ന് ഒരുപാട് ഇങ്ങനെ തലയിൽ വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ നമ്മൾ വന്നപ്പോൾ സീസണൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ അതാ ജാമ്പയ്ക്ക, വെറൈറ്റി ജാമ്പയ്ക്കയൊക്കെ ഉണ്ട്. പക്ഷേ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഓണർ വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകും കേട്ടോ. പിന്നെ അതായത് നമ്മുടെ അനിയൻ്റെ കല്യാണത്തിനെടുത്ത ഫാമിലി ഫോട്ടോയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സേവ് ദ ഡേറ്റിൻ്റെയാണ്. അതെല്ലാം അവന് ഗിഫ്റ്റ് കിട്ടിയതാണ് കല്യാണത്തിന്. പിന്നെ നമ്മളിവിടെ ജാതി മതഭേദമന്യേ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കും. പിന്നെ ഇത് അനിയന്മാരുടെ ഒരു നല്ലൊരു ഫോട്ടോയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ്. അതായത് ഇതൊക്കെ മുകളിലിരിക്കുകയാണ്. ഞാൻ എത്തി വലിഞ്ഞ് കയറിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതാ ലാലേട്ടനോടൊപ്പം ഇടയ്ക്ക് മുമ്പ് എടുത്തൊരു ഫോട്ടോയാണ് അത്. ഇത് അനിയൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്താണ് കേട്ടോ. അവൻ ട്രെയിനിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് മൊട്ടത്തല. അത് കല്യാണത്തിൻ്റെ. ഇത് അനിയത്തിയുടെ കല്യാണത്തിന് ഫാൻസുകാർ കൊടുത്തതാണ്. ഇതാണ് വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സുന്ദരി അമ്മുമ്മ കേട്ടോ. അമ്മുമ്മയുടെ പണ്ടത്തെ ഒരു ഫോട്ടോയാണ്. പണ്ടാണോ ഇപ്പോഴാണോ കാണാൻ സുന്ദരി എന്നൊന്ന് പറയണേ. അപ്പോൾ അതായത് ലാലേട്ടൻ്റെ ഫാൻസുകാർ അനിയനെ കൊടുത്തൊരു സമ്മാനമാണ്. പിന്നെ അതായത് ഇളയ അനിയനാണ് കേട്ടോ. രണ്ടുപേരും കൂടെ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാളും കട്ട ലാലേട്ട ഫാനാണ് കേട്ടോ. ഒത്തിരി ഫോട്ടോസ് ഒരുപാട് തവണ ലാലേട്ടനെ കാണാൻ പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴെങ്കിലും കാണിക്കാം കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ നല്ല വൈബാണ് കേട്ടോ. മണ്ണപ്പം ചുട്ട് കളി. പാറുവാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. പാറു ഉണ്ടെങ്കിൽ തന്നെ ഒരു രസമാണ് കേട്ടോ. അവളുടെ വർത്തമാനം കേട്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. അവൾ പോയിക്കഴിഞ്ഞാൽ വീട് ഉറങ്ങും. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും അമ്മുമ്മ അതാ എന്നത്തെയും പോലെ മുടങ്ങാതെ ദിനചര്യ തുടങ്ങി കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ബാക്കി വന്ന മാമ്പഴമൊക്കെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് അമ്മ നമുക്കെല്ലാവർക്കും കൂടെ കട്ട് ചെയ്ത് തരണുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. അത് പിറ്റേന്നത്തെ വീഡിയോ ആണ് ഇത് വീടിൻ്റെ പുറകു ഭാഗമാണ് കേട്ടോ. വലിയൊരു മല പോലത്തെ ഒരു പാറ അവിടെ ഉണ്ട്. അതൊക്കെയാണ്
ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ. പിന്നെ ഇടയ്ക്ക് അമ്മ കുറച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇതുപോലെ ഉണ്ടാക്കി തരും കേട്ടോ. എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അനിയത്തി പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൾക്ക് പോകാനുള്ള ഓട്ടോ വന്നപ്പോൾ അവൾ കയറി പോകുന്നുണ്ട് കേട്ടോ. ഓൾറെഡി പാറു ഓടിപ്പോയി കയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു വിട്ട്. പിന്നെ അവൾ പോയ സങ്കടത്തിൽ പാറു പോയ സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ രണ്ടുപേരും അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തത് റെഡിയായി നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ അമ്മയും അമ്മൂമ്മയൊക്കെ എങ്ങനെയൊന്ന് പറയണുണ്ട്. എല്ലാവരും പോകുമ്പോൾ വീട് ഉറങ്ങിപ്പോകും. ഇത്ര ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പോകുമ്പോൾ ഇനി ഇവിടെ ഒരു അനക്കം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 2-3 ദിവസത്തെ സുഖവാസത്തിന് ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.